എല്ലാവർക്കും എക്സാം ഫയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +2 എക്സാം സീരീസിൻ്റെ 7ാമത്തെ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ആണ്. സോ ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ മെയിനായിട്ട് നമ്മൾ പറയുന്നത്, അതായത് നമുക്ക് തരുന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാകും, ഒരു പാർട്ട്ണറിന്, ഏതെങ്കിലും ഒരു പാർട്ട്ണറിനോ അല്ലെങ്കിൽ ഒന്നിലധികം പാർട്ട്നേഴ്സിനോ ഒരു ഫിക്സഡ് എമൗണ്ട് ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ടാവും. ആ എമൗണ്ട് ആ പാർട്ട്ണറിന് കൊടുക്കണം. അപ്പോൾ ആ സിറ്റുവേഷൻസ്, ഓരോ കേസസ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ ഗ്യാരണ്ടി പേ ചെയ്യുന്നത്, അതായത് പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ, ആഡിക്വേറ്റ് പ്രോഫിറ്റ് ഉള്ളപ്പോൾ, പ്രോഫിറ്റ് ഇല്ലാതെ വരുന്ന സിറ്റുവേഷൻ, ലോസ് വരുന്ന സിറ്റുവേഷൻ, ഇങ്ങനെ ഓരോ സിറ്റുവേഷൻസിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുന്നത്, അതാണ് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റിൽ നമുക്ക് മെയിനായിട്ട് 3 തരം ഗ്യാരണ്ടികളാണ് പറയുന്നത്. എല്ലാ പാർട്ട്നേഴ്സും, എല്ലാ റിമൈനിങ് പാർട്ട്നേഴ്സും എഗ്രീഡ് റേഷ്യോയിൽ ഗ്യാരണ്ടി ചെയ്യുന്നത്, ഒന്നിലധികമോ പാർട്ട്നേഴ്സ് ഗ്യാരണ്ടി ചെയ്യുന്നത്, പിന്നെ ഫേം തന്നെ ഗ്യാരണ്ടി ചെയ്യുന്നത്. ഇങ്ങനെ 3 കേസുകളാണ് നമുക്ക് മെയിനായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത് ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റിൽ. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്യാരണ്ടി ബൈ ഓൾ ദ റിമൈനിങ് പാർട്ട്നേഴ്സ്. അതായത് ഇപ്പോൾ സപ്പോസ് 3 പാർട്ട്നേഴ്സ്, ABC 3 പാർട്ട്നേഴ്സ് ഉണ്ട്. അതിൽ ബിക്ക് 50,000 പ്രോഫിറ്റ് കൊടുക്കാമെന്ന് ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ, സപ്പോസ് എനി ഡെഫിഷ്യൻസി വരികയാണ്, അതായത് 50,000 കൊടുക്കാനില്ല, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 50,000 വരുന്നില്ല എങ്കിൽ ആ ഡെഫിഷ്യൻസി എയും സിയും, ഇനി സപ്പോസ് അവിടെ ഡി ഉണ്ടെങ്കിൽ ഡിയും, ബാക്കി എല്ലാ പാർട്ട്നേഴ്സും കൂടി ആ ഡെഫിഷ്യൻസി വന്ന എമൗണ്ട് എന്ത് ചെയ്യുന്നു, മീറ്റ് ചെയ്തിട്ട് ബിക്ക് 50,000 പ്രോഫിറ്റ് പേ ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് കേസ്, ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ബൈ ഓൾ ദ റിമൈനിങ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നതിൽ നമ്മൾ ചെയ്യാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ തന്നിരിക്കുന്ന പ്രോഫിറ്റിനെ ഡിവൈഡ് ചെയ്ത് നോക്കുക, എന്നിട്ട് ഗ്യാരണ്ടീഡ് എമൗണ്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ പറയുന്നത്. ഗ്യാരണ്ടീഡ് എമൗണ്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഗ്യാരണ്ടീഡ് പാർട്ട്ണറിന് അത്രയും എമൗണ്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. സപ്പോസ് അത്രയും എമൗണ്ട് ഇല്ല എങ്കിൽ, ഡെഫിഷ്യൻസി എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, മറ്റ് പാർട്ട്നേഴ്സ്, റിമൈനിങ് പാർട്ട്നേഴ്സ് എല്ലാം കൂടി അവരുടെ പ്രോഫിറ്റിനെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ജേർണൽ എൻട്രി വരുന്നുണ്ട്. അതായത് നോർമലി പ്രോഫിറ്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എൻട്രി ചെയ്തിട്ട് പ്രോഫിറ്റിനെ നമ്മൾ എല്ലാ പാർട്ട്നേഴ്സിനും ഡിവൈഡ് ചെയ്യുകയാണ്. ഇനി ഗ്യാരണ്ടിയുടെ കേസിൽ വരികയാണെന്നുണ്ടെങ്കിൽ ജേർണൽ എൻട്രി വരുന്നത് ഗ്യാരണ്ടിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഗ്യാരണ്ടീഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ളതാണ്. അതായത് ഏത് പാർട്ട്നേഴ്സിനാണോ നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്നത് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനെയും, ആരാണോ ഗ്യാരണ്ടി ചെയ്യുന്നത് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനെയുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യുന്നത്. സോ ഗ്യാരണ്ടിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഗ്യാരണ്ടീഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ളതാണ് നമ്മുടെ ജേർണൽ എൻട്രി, അഡ്ജസ്റ്റ്മെന്റ് ജേർണൽ എൻട്രി ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് കേസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. P&Q are partners sharing profit and losses in the ratio 5:3. On 1st April 2022, they admitted R as a new partner for 1/8 share in profit, and R-ന് ഗ്യാരണ്ടി ചെയ്ത പ്രോഫിറ്റ് 75,000 ആണ്. New profit sharing ratio between P&Q will remain same. P&Q agreed to share any deficiency due to guarantee to R in the ratio 3:2. അപ്പോൾ എന്തെങ്കിലും ഡെഫിഷ്യൻസി അവിടെ വന്നാൽ ആറിന് കൊടുക്കുന്നതിൽ പിയും അതുപോലെ തന്നെ ക്യൂവും 3:2 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ പ്രോഫിറ്റ് നമുക്ക് തന്നിരിക്കുന്നത് 4 lakh ആണ്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിന് മുൻപ് നമ്മൾ വർക്കിംഗ് നോട്ടിൽ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാണണം. കാരണം ഇവിടെ പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ പാർട്ട്ണറും കൂടി വന്നതിന് ശേഷമുള്ള പ്രോഫിറ്റ് ഷെയർ കണ്ടുപിടിച്ചാലേ നമുക്ക് കൃത്യമായിട്ട് പ്രോഫിറ്റിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് പോലെ തന്നെ ലെറ്റ്സ് അസ്യൂം ടോട്ടൽ ഷെയർ ഈസ് ഈക്വൽ ടു 1. ആറിൻ്റെ ഷെയർ 1/8 ആണെന്ന് ക്വസ്റ്റിന് ഗിവൺ ആണ്. സോ ദ റിമൈനിങ് ഷെയർ ഈസ് 1 - 1/8, 7/8 വരും. 7/8ന് രണ്ട് പാർട്ട്നേഴ്സിൻ്റെയും, പിയുടെയും ക്യൂവിൻ്റെയും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്, 5:3 ആണ്. സോ 7/8നെ എന്ത് ചെയ്യുന്നു, 5:3 ഡിവൈഡ് ചെയ്യുന്നു. 7/8 × 5/8ഉം 7/8 × 3/8ഉം 35/64ഉം 21/64ഉം കിട്ടുന്നു. ആറിൻ്റെ ഷെയർ 1/8 ആണ്. കോമൺ ഡിനോമിനേറ്റർ ആക്കാനായിട്ട് × 8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8/64 കിട്ടും. സോ PQRന് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 35/64, 21/64, 8/64. ദാറ്റ് ഈസ് 35:21:8 എന്ന് നമുക്ക് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എഴുതാനായിട്ട് പറ്റും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമുക്ക് അവൈലബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 4 lakh ആണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ റേഷ്യോയിൽ 35:21:8 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. എങ്കിലാണ് നമുക്ക് ഓരോ പാർട്ട്നേഴ്സിനും വരുന്ന പ്രോഫിറ്റ് അറിയാനായിട്ട് പറ്റുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഗ്യാരണ്ടി ചെയ്ത പാർട്ട്ണറിൻ്റെ എത്ര ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നത് 75,000 ആണ്. പക്ഷെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്രയേ വരുള്ളൂ, 50,000 വരുള്ളൂ. അതായത് ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് 25,000 ആണ്. 75,000 ഗ്യാരണ്ടി ചെയ്തെടുത്ത് പ്രോഫിറ്റ് വരുമ്പോൾ 50,000 ഉള്ളൂ.
So that 25,000 deficiency will be met by P and Q in their ratio 3:2. 3:2 എന്നുള്ളത് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. സോ 25,000 3:2 ഡിവൈഡ് ചെയ്യുമ്പോൾ P 15,000 Q 10,000 ബെയർ ചെയ്യേണ്ടത്, അവരവരുടെ പ്രോഫിറ്റിൽ നിന്ന് പേ ചെയ്യേണ്ടത്. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമ്മൾ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കുന്നു. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, നെറ്റ് പ്രോഫിറ്റ് ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. വേറെ ഐറ്റംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ടോട്ടൽ ഇത് ബാലൻസ് ചെയ്യാനായിട്ട് വേറെ ഒരു ഐറ്റംസും ഇല്ല, അത് മാത്രമേ ഉള്ളൂ. സോ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത ഡെഫിഷ്യൻസി ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ എഴുതുന്നു. പിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ പിക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്ന എമൗണ്ട് എത്രയാണോ അതിൽ നിന്ന് നമ്മൾ ഡെഫിഷ്യൻസി മിറ്റ് ചെയ്യുന്നത് എഴുതണം. അതായത് പിക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 2,18,750 ആണ് വരുന്നത്. അതിൽ ആറിൻ്റെ ഡെഫിഷ്യൻസി മീറ്റ് ചെയ്യുന്നത് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ് വരുന്നത്, 15,000 ആണ് കൊടുക്കുന്നത് അല്ലേ. സോ ഇതിൽ നിന്ന് ആ 15,000 എന്ത് ചെയ്യുക, ഡിഡക്റ്റ് ചെയ്തിട്ട് വരുന്ന വാല്യൂ ആണ് 2,03,750. ക്യൂവിൻ്റെ കേസിലും അതുപോലെ തന്നെ 1,31,250 ആണ്. ഡെഫിഷ്യൻസി മീറ്റ് ചെയ്യുന്ന 10,000 ആണ്. അത് കഴിയുമ്പോൾ 1,21,250 വരും. ആറിൻ്റെ കേസിൽ ഓൾറെഡി 50,000 ഉണ്ട്. അതിൻ്റെ കൂടെ 15,000 10,000 കിട്ടിയത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ 75,000 വരും. സോ രണ്ട് സൈഡും ടോട്ടൽ സെയിം ആണ്. ഇതുപോലെയാണ് എല്ലാ പാർട്ട്നേഴ്സും ഡെഫിഷ്യൻസി മീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എഴുതുക. അപ്പോൾ എപ്പോഴും ഈ കാൽക്കുലേഷൻ ഇവിടെ കാണിക്കാനായിട്ട് നോക്കുക, അതായിരിക്കും നല്ലത്. വർക്കിംഗ് നോട്ടിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് പി ആൻഡ് എൽ അപ്രോപ്രിയേഷനിലും ഈ കാൽക്കുലേഷൻ കാണിക്കുന്നത് നല്ലതായിരിക്കും. ഇനി രണ്ടാമത്തെ കേസായിട്ടുള്ള ഏതെങ്കിലും ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഒന്നിലധികമോ പാർട്ട്നേഴ്സ്, എല്ലാ പാർട്ട്നേഴ്സും അല്ല, ഏതെങ്കിലും ഒരു പാർട്ട്ണറോ ഒന്നിലധികം പാർട്ട്നേഴ്സോ ഗ്യാരണ്ടി ചെയ്യുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. Pankaj, Naresh and Saurabh are partners sharing profit and losses in the ratio 5:3:2. സൗരഭിന് ഗ്യാരണ്ടി ചെയ്ത് 10,000 എവറി ഇയർ മിനിമം പ്രോഫിറ്റ് ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡെഫിഷ്യൻസി വന്നാൽ അത് നരേഷ് മെറ്റ് ചെയ്തോളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രോഫിറ്റ് 2 വർഷത്തെ തന്നിട്ടുണ്ട്. 40,000 60,000 നമുക്ക് തന്നിട്ടുണ്ട്. പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ 2 വർഷത്തെയും പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ 2 വർഷത്തെ കാൽക്കുലേഷൻ നമുക്ക് ചെയ്യാനായിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം നമുക്ക് 2023 പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ചെയ്യാം. നെറ്റ് പ്രോഫിറ്റ് നമുക്ക് 40,000 ആണ് തന്നത്. നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് നോക്കുക. 40,000 നമ്മുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഏതാണ്, 5:3:2 ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ ഗ്യാരണ്ടി ചെയ്ത പാർട്ട്ണർ ആരായിരുന്നു, നമ്മുടെ സൗരഭിനായിരുന്നു 10,000 ഗ്യാരണ്ടി ചെയ്തിരുന്നത്. സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ സൗരഭിന് 8,000 വരുന്നുള്ളൂ. അതായത് 2,000 ഡെഫിഷ്യൻസി ഉണ്ട്. ആ 2,000 ആര് കൊടുക്കണം, നരേഷ് പേ ചെയ്യണം. സോ നരേഷിന് കാൽക്കുലേറ്റ് ചെയ്യുന്ന എമൗണ്ടിൽ നിന്ന് വേണം അത് നമ്മൾ പേ ചെയ്യാൻ. സോ ഫസ്റ്റ് പങ്കജിൻ്റെ ഡിവൈഡ് ചെയ്യുമ്പോൾ 20,000 വരും. പങ്കജിൻ്റെ ഒന്നും എഫക്റ്റ് ചെയ്യുന്നില്ല, കാരണം പങ്കജ് അവിടെ ഒന്നും ഗ്യാരണ്ടി ഒന്നും ചെയ്യുന്നില്ല. സോ ആ എമൗണ്ട് ഡയറക്റ്റ്ലി നമുക്ക് എഴുതാം. നരേഷിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 12,000 ആണ്. പക്ഷേ നരേഷാണ് ഡെഫിഷ്യൻസി മെറ്റ് ചെയ്യുന്നത്. സോ 12,000 നിന്ന് 2,000 മൈനസ് ചെയ്ത് 10,000 ആയിരിക്കും നരേഷിന് വരുന്നത്. സൗരഭിന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 8,000 ആണ്. 8,000 കൂടെ മിറ്റ് ചെയ്ത ഡെഫിഷ്യൻസിയും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 10,000 വരും. സോ ഇങ്ങനെയാണ് 2023 ചെയ്യുന്നത്. തീർന്നിട്ടില്ല, നമുക്ക് ഒരു വർഷം കൂടെ ചെയ്യാനുണ്ട്. 2024 ഇതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എഴുതി 60,000 ആണ്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഡെഫിഷ്യൻസിയുടെ ഇഷ്യൂ ഒന്നും വരുന്നില്ല, കാരണം നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ തന്നെ എന്താണ്, സൗരഭിന് 12,000 ആണ് വരുന്നത്. അതായത് ഗ്യാരണ്ടി ചെയ്ത എമൗണ്ടിനേക്കാൾ കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ നരേഷിന് മേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. 30,000 18,000 12,000 ഈ എമൗണ്ട്സ് ആയിരിക്കും അവർക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്നുണ്ടാവുക. അത് ഡയറക്റ്റ്ലി എഴുതിയാൽ മതി. അവിടെ ഗ്യാരണ്ടിയുടെ എമൗണ്ടിനേക്കാൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ നരേഷിൻ്റെ പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് ഡിഡക്റ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഒന്നും തന്നെ അവിടെ വരുന്നില്ല. ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ നമുക്ക് വരുന്നത് ഗ്യാരണ്ടി ഗിവൺ ബൈ ദ ഫേം ടു ദ പാർട്ട്ണർ ആണ്. ഫേം ഗ്യാരണ്ടി ചെയ്യുന്ന സിറ്റുവേഷൻസിൽ ഏതൊക്കെ സിറ്റുവേഷൻസ് ആണ് പോസിബിൾ സിറ്റുവേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ആഡിക്വേറ്റ് പ്രോഫിറ്റ് ഉണ്ട്, പക്ഷേ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഗ്യാരണ്ടീഡ് എമൗണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് പാർട്ട്നേഴ്സിൻ്റെ ഷെയറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ നോർമലി ഡിവൈഡ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഇവിടെ ആവശ്യമൊന്നും വരുന്നില്ല, കാരണം ഗ്യാരണ്ടീഡ് എമൗണ്ടിനേക്കാൾ കൂടുതൽ നമുക്ക് കൊടുക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നോർമലി ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. എന്നാൽ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആവശ്യത്തിനുണ്ട്, പക്ഷേ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, പാർട്ട്നേഴ്സിൻ്റെ ഷെയറിനെ, റിമൈനിങ് പാർട്ട്നേഴ്സിൻ്റെ ഷെയറിനെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ ആഡിക്വേറ്റ് പ്രോഫിറ്റ് ഇല്ലാതെ വരുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, റിമൈനിങ് പാർട്ട്നേഴ്സ് ആ ഡെഫിഷ്യൻസി മെറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. നാലാമത്തേത് ഫേമിന് ലോസ് വരുന്ന സിറ്റുവേഷൻ. ലോസ് ആണെന്നുണ്ടെങ്കിലും ഗ്യാരണ്ടീഡ് എമൗണ്ട് ഉണ്ടെങ്കിൽ കമ്പനി പേ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഈ 4 കേസുകളാണ് നമുക്ക് മെയിനായിട്ടും ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് സിറ്റുവേഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഗ്യാരണ്ടി ഗിവൺ ബൈ ദ ഫേം ടു ദ പാർട്ട്ണറിൻ്റെ ആദ്യത്തെ കേസ്, പ്രോഫിറ്റ് ഓഫ് ദ ഫേം ഈസ് ആഡിക്വേറ്റ് ആൻഡ് വെൻ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ
പ്രോഫിറ്റ് ഷെയർ ഓഫ് ദി ഗ്യാരണ്ടീഡ് പാർട്ട്ണർ ഈസ് മോർ ദാൻ ദി ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ്. അതാണ് ഫസ്റ്റ് സിറ്റുവേഷൻ നമുക്ക് വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. അമൃത്, ഭാവന ആൻഡ് ചർണേഷ് ആർ പാർട്ട്നർ ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഈക്വലി. ചർണേഷിന് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നത് 1 lakh ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5% ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്ന എമൗണ്ട് അത് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. 20,000, 30,000, 20,000 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നെറ്റ് പ്രോഫിറ്റ് 5,20,000 ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ്, ആവശ്യത്തിന് പ്രോഫിറ്റ് ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴും ഗ്യാരണ്ടീഡ് എമൗണ്ടിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വേറെ എക്സ്ട്രാ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും വരുന്നില്ല. നമ്മൾ യൂഷ്വലി ചെയ്യുന്ന P&L അപ്രോപ്രിയേഷൻ പോലെ തന്നെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ക്രെഡിറ്റ് സൈഡിൽ എഴുതി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട് 20,000, 30,000, 20,000 അത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതി, പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 1,50,000, 1,50,000, 1,50,000 ഈക്വലി വരുന്നുണ്ട്. ഗ്യാരണ്ടി ചെയ്ത എമൗണ്ട് എത്രയായിരുന്നു? 1 lakh ആയിരുന്നു. അതായത് ഗ്യാരണ്ടി ചെയ്ത എമൗണ്ടിനേക്കാൾ കൂടുതൽ തന്നെ ഗ്യാരണ്ടീഡ് പാർട്ട്ണറിന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് പാർട്ട്നേഴ്സിന് അവരുടെ പ്രോഫിറ്റിൽ നിന്നൊന്നും പേ ചെയ്യേണ്ടി വരുന്നില്ല, അല്ലെങ്കിൽ ഫേമിനോ പേ ചെയ്യേണ്ടി വരുന്നില്ല. അപ്പോൾ ഇത് യൂഷ്വലി നമ്മൾ സാധാരണ ചെയ്യുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ പോലെ തന്നെയുള്ളൂ. എക്സ്ട്രാ അവിടെ ഒരു കാൽക്കുലേഷനും വരുന്നില്ല. എന്നാൽ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. Yogesh, Bharat and Chaman are partners sharing profit and losses equally. Bharat is guaranteed a minimum annual profit of 1 lakh. Salary payable 5,000 per month ആണ്. നെറ്റ് പ്രോഫിറ്റ് നമുക്ക് 3,30,000 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ അഡിക്വേറ്റ് പ്രോഫിറ്റ് ഉണ്ട്, പക്ഷേ മറ്റ് പാർട്ട്നേഴ്സിൻ്റെ പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് യൂഷ്വലി ചെയ്യുന്നത് പോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് P&L അപ്രോപ്രിയേഷന് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എഴുതി. പിന്നെ സാലറി 5,000 പറഞ്ഞിട്ടുണ്ട്, പെർ മന്ത് ആണ്. സോ 60,000 വരും. ടോട്ടൽ ഇത് ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2,70,000 ആണ് വരുന്നത്. പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ഗ്യാരണ്ടീഡ് പാർട്ട്ണർ ആർക്കാണ് ഗ്യാരണ്ടി ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്? ഭരത്തിന് 1 lakh കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഭരത്തിന് 1 lakh അങ്ങ് കൊടുത്തേക്കുക. ബാക്കി റിമൈനിങ് ഉള്ള പ്രോഫിറ്റിനെ മറ്റ് രണ്ട് പാർട്ട്നേഴ്സും അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ, അതായത് ഈക്വലി ആണ് വരുന്നത്, 85,000 വെച്ചിട്ട് വരുന്നു. അവരുടെ പ്രോഫിറ്റിൽ നിന്നും അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ പ്രോഫിറ്റിനെ അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ആക്ച്വലി കിട്ടേണ്ട പ്രോഫിറ്റിൽ നിന്ന് അത് കുറഞ്ഞിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ നമ്മൾ 2,70,000 പാർട്ട്നേഴ്സിന് ഡയറക്റ്റ്ലി ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷേ ഇവിടെ ഭരത്തിന് ഓൾറെഡി 1 lakh ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നത് കൊണ്ട് ഭരത്തിന് ആ എമൗണ്ട് നമ്മൾ കൊടുക്കണം. ബാക്കി റിമൈനിങ് പ്രോഫിറ്റിനെ മറ്റ് രണ്ട് പാർട്ട്നേഴ്സും ഡിവൈഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ഗ്യാരണ്ടിയുടെ മൂന്നാമത്തെ കേസ് വരുന്നത് പ്രോഫിറ്റ് ഓഫ് ദ ഫേം ഇസ് നോട്ട് ആഡിക്വേറ്റ് ടു പേ ദ മിനിമം ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ ആവശ്യത്തിന് പ്രോഫിറ്റ് ഇല്ല, മിനിമം ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് കൊടുക്കാനുള്ള പ്രോഫിറ്റ് പോലും നമ്മുടെ കയ്യിൽ ഇല്ലാതെ വരുന്ന ഒരു സിറ്റുവേഷൻ. ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. തരുൺ, മനൻ ആൻഡ് ഹർമൻ ആർ പാർട്ട്നർ ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 2:2:1. തരുണിന് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നത് 80,000 പ്രോഫിറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റ് എത്രയേ ഉള്ളൂ? 50,000 ഉള്ളൂ. അതായത് പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ എമൗണ്ട് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഗ്യാരണ്ടി ആയിട്ട് പേ ചെയ്യേണ്ടത്. ഇതാണ് മൂന്നാമത്തെ സിറ്റുവേഷൻ വരുന്നത്. അപ്പം നമുക്ക് P&L അപ്രോപ്രിയേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, അവൈലബിൾ ആയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റിനെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. എന്നിട്ട് ഗ്യാരണ്ടീഡ് പാർട്ട്ണറിന് കൊടുക്കേണ്ട എമൗണ്ട് ഡയറക്റ്റ്ലി നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. അതായത് തരുണിനാണ് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നത് 80,000, അത് ഡയറക്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് സൈഡിൽ 80,000 എഴുതുന്നു. ടോട്ടലി ഇത് ബാലൻസ് ചെയ്യുന്നു. അപ്പം നമുക്ക് എന്തേ വരുള്ളൂ, ലോസേ വരുള്ളൂ. 30,000 ലോസ് വന്നു. അത് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ രണ്ടുപേരും, മനനും അതുപോലെ തന്നെ ഹർമനും, അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും, 2:1 എന്നുള്ളതാണ്. 2:1 എന്നുള്ള റേഷ്യോയിൽ അവിടെ വന്നിരിക്കുന്ന ലോസ് 30,000 മനനും ഹർമനും ഡിവൈഡ് ചെയ്തെടുക്കുന്നു. സോ അഡിക്വേറ്റ് പ്രോഫിറ്റ് ഇല്ലാതെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഇതുപോലെയാണ് ചെയ്യുന്നത്. ഗ്യാരണ്ടീഡ് എമൗണ്ട് ഡയറക്റ്റ്ലി നമ്മളങ്ങ് ഡെബിറ്റിൽ എഴുതുക, എന്നിട്ട് ടോട്ടൽ ഇത് ബാലൻസ് ചെയ്യുക. അതാണ് മൂന്നാമത്തെ സിറ്റുവേഷനിൽ വരുന്നത്. ഇനി നാലാമത്തെ കേസ് വരുന്നത് ഫേമിന് ലോസ് വരുന്ന സിറ്റുവേഷൻ. അതായത് ലോസ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ, ഗ്യാരണ്ടീഡ് എമൗണ്ട് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ലോസ് വരുന്ന ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. മണിക, ബവി ആൻഡ് കോമൾ ആർ പാർട്ട്ണർ ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 6:4:1. കോമൺലി ഗ്യാരണ്ടി ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ് 2 lakh, കമ്പനിയുടെ ലോസ് 22 lakh. അപ്പോൾ ഇവിടെ ലോസ് ആണ്, ഗ്യാരണ്ടീഡ് എമൗണ്ട് 2 lakh ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഒരു ജേർണൽ എൻട്രിയും വരുന്നുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനും പ്രിപ്പയർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ പ്രിപ്പയർ ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്ത് വേണം, വർക്കിംഗ് നോട്ടിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ഒന്ന് വരച്ച് അതിലേക്ക് എഴുതാനുള്ള ഐറ്റംസ് എഴുതാം. നെറ്റ് ലോസ് നമ്മൾ 22 lakh എഴുതി. ടോട്ടൽ ഇത് ബാലൻസ് ചെയ്തു. ടോട്ടൽ ഇത് ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മനികായ്ക്കും ഭവിക്കും കോമളിനും ഷെയർ ചെയ്തു. 12 lakh, 8 lakh, 2 lakh. ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. P&L അപ്രോപ്രിയേഷൻ ആദ്യം ചെയ്യുന്നു. അപ്പോൾ 3 പാർട്ട്നേഴ്സിനുമുള്ള പ്രോഫിറ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് എടുക്കുന്നു.
ഇനി നമ്മൾ ചെയ്യേണ്ടത് കോമണിൻ്റെ ഷെയർ ഓഫ് ലോസ് എന്ന് പറയുന്നത് എന്താണ് 22 lakh into 1, അത് വർക്കിംഗ് നോട്ടിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. 22 lakh into 1/11 2 lakh ആണ്. കോമണിൽ ഗ്യാരണ്ടി ചെയ്തത് എത്രയാണ്? 2 lakh ആണ്. അപ്പോൾ കോമണിൽ ശരിക്കും കൊടുക്കേണ്ടത് ഈ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള 2 lakhഉം ലോസ് ആയിട്ടുള്ള 2 lakhഉം കൂടെ ചേർത്ത് ടോട്ടൽ 4 lakh നമ്മൾ കോമണിന് പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ 4 lakh ആര് വേണം പേ ചെയ്യാൻ, അല്ലെങ്കിൽ ആര് വേണം ബെയർ ചെയ്യാൻ? മണികയും ബബിയും അവരുടെ 6:4 എന്നുള്ള റേഷ്യോയിൽ. അപ്പോൾ 4 lakhനെ 6:4 ഡിവൈഡ് ചെയ്യുമ്പോൾ 2,40,000ഉം 1,60,000ഉം വരും. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി വരുന്നത് ഇങ്ങനെയാണ്. അതായത് ആരാണോ ഗ്യാരണ്ടി ചെയ്യുന്നത്, നമ്മുടെ സെയിം എൻട്രി തന്നെ, മണികയും ബബിയുമാണ് ഗ്യാരണ്ടി ചെയ്യുന്നത്. അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു, കോമണിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. 2,40,000ഉം 1,60,000ഉം 4 lakhുമാണ് എമൗണ്ട് ആയിട്ട് വരുന്നത്. സോ ഫേമിന് ലോസ് വരുന്ന സിറ്റുവേഷനിൽ ഫസ്റ്റ് നമ്മൾ P&L അപ്രോപ്രിയേഷൻ ചെയ്ത് ഫസ്റ്റ് അവിടെ വന്നിരിക്കുന്ന ലോസിനെ ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം ഗ്യാരണ്ടീഡ് പ്രോഫിറ്റും ലോസും കൂടി ആഡ് ചെയ്ത് വരുന്ന വാല്യൂവിനെ ആരാണോ ഗ്യാരണ്ടി ചെയ്തിരിക്കുന്ന പാർട്ട്നേഴ്സ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ അവർ ഡിവൈഡ് ചെയ്തത് ബെയർ ചെയ്യേണ്ടതാണ്. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രിയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ചോദിച്ചെങ്കിൽ മാത്രം, ക്വസ്റ്റിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി, അല്ലെങ്കിൽ P&L അപ്രോപ്രിയേഷൻ മാത്രം ചെയ്താൽ മതി. അടുത്ത നമുക്കൊരു ചെറിയ ടോപ്പിക്കും കൂടെ പറയാനുണ്ട്. മിനിമം ഏർണിംഗ് ഗ്യാരണ്ടി. ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് അല്ല, ഏർണിങ്ങിൻ്റെ ഗ്യാരണ്ടിയാണ്. അതായത് ചില സിറ്റുവേഷനിൽ ചില സമയത്ത് പാർട്ട്നേഴ്സ് ഒരു ഇൻകം കമ്പനിക്ക് അവരായിട്ട് ഒരു ഇൻകം കമ്പനിക്ക് ജനറേറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് ഗ്യാരണ്ടി ചെയ്യാറുണ്ട്. സപ്പോസ് ഒരു പാർട്ട്ണർ പറയാണ്, ആ പാർട്ട്ണർ എന്തെങ്കിലും ഒരു ഫീയോ കമ്മീഷനോ ആയിട്ട് ഒരു എമൗണ്ട്, സപ്പോസ് എക്സാമ്പിളായിട്ട് 2 lakh ഏൺ ചെയ്യാമെന്ന് ഗ്യാരണ്ടി ചെയ്യുന്നു. പക്ഷേ ആ പാർട്ട്ണറിന് 1,25,000 ഏൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് പറഞ്ഞതിനേക്കാൾ കുറവായിട്ടുള്ള ഒരു എമൗണ്ട് ആണ് അവിടെ ഏൺ ചെയ്തിരിക്കുന്നത്. ഒരു 75,000 ഡിഫറൻസ് ഉണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ ഡിഫറൻസിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? അതായത് ഗ്യാരണ്ടി ചെയ്ത എമൗണ്ടിൽ നിന്നും കുറവ് എമൗണ്ട് ഏൺ ചെയ്യുന്ന സമയത്ത് ആ ഡിഫറൻസിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? അതാണ് മിനിമം ഏർണിംഗ് ഗ്യാരണ്ടി എന്ന് പറയുന്ന സിറ്റുവേഷനിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കതൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: Jay, Vijay and Karan were partners in a firm sharing profit and losses in the ratio 2:1. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരിക്കുന്നത് മന്ത്ലി സാലറി 15,000 ഈസ് ടു ജയ് ആൻഡ് വിജയ്. അതുപോലെ തന്നെ കരണിന് 5 lakh പ്രോഫിറ്റ് ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട്. അതുപോലെ ജയ് ഗ്യാരണ്ടി ചെയ്തു ഹി വിൽ ഏൺ ആൻ ആനുവൽ ഫീ. ഇതാണ് നമ്മൾ പറയുന്നത്. ഒരു ഏർണിംഗ് 2 lakh ഏൺ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും എമൗണ്ട് ഏൺ ചെയ്യാമെന്ന് പറയുന്നതിനെയാണ് നമ്മൾ മിനിമം ഏർണിംഗ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഇനി ഗ്യാരണ്ടീഡ് പ്രോഫിറ്റിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസി വന്നാൽ ജെയും വിജയും 3:2 റേഷ്യോയിൽ അത് മീറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ജെയ്ക്ക് ഏൺ ചെയ്യാൻ പറ്റിയത് 1,75,000 ആണ്. അതായത് ഒരു 25,000 ഡെഫിഷ്യൻസി അവിടെ വന്നിട്ടുണ്ട്. ഫേമിൻ്റെ പ്രോഫിറ്റ് 15 lakh ആണ്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻസ് വരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ്. അപ്പോൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? നെറ്റ് പ്രോഫിറ്റ് എഴുതി. അതിനുശേഷം സാലറി ജെയുടെയും വിജയുടെയും, ഇത് വർക്കിംഗ് നോട്ടിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓരോന്നും സെപ്പറേറ്റ് എത്ര എമൗണ്ട് ആണ് വരുന്നതെന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ സാലറി നമുക്ക് വരുന്നത് ജെയ്ക്ക് 1,80,000, വിജയ്ക്ക് 1,80,000, ടോട്ടൽ 3,60,000 വരുന്നുണ്ട്. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു മിനിമം ഏർണിംഗ് ഗ്യാരണ്ടി പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് എന്താണ്? 2 lakh ഏൺ ചെയ്യാമെന്ന് ഗ്യാരണ്ടി ചെയ്തു. ബട്ട് 1,75,000 ഏൺ ചെയ്യാൻ പറ്റിയുള്ളൂ. സോ ആ ഡെഫിഷ്യൻസി വന്ന എമൗണ്ട് ഉണ്ടല്ലോ 25,000 ആണ്. ആരാണ് ഗ്യാരണ്ടി ചെയ്തത്? ആ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ പേരിൽ ക്രെഡിറ്റ് സൈഡിൽ P&L അപ്രോപ്രിയേഷൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ജെയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഡെഫിഷ്യൻസി വന്ന 25,000 റെക്കോർഡ് ചെയ്യാം. അതും റെക്കോർഡ് ചെയ്തതിന് ശേഷം വേണം അക്കൗണ്ട് ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യാൻ. എന്നിട്ട് എന്ത് ചെയ്യുക? പറഞ്ഞിരിക്കുന്ന ഡെഫിഷ്യൻസി എമൗണ്ട് ഗ്യാരണ്ടി എമൗണ്ട് കൊടുക്കാൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. കരണിനാണ് പ്രോഫിറ്റ് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നത്. കരണിന് 5 lakh കൊടുക്കാം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഡിവൈഡ് ചെയ്തപ്പോൾ 2,33,000 ഉള്ളൂ. സോ ഡെഫിഷ്യൻസി എന്തെങ്കിലും വന്നാൽ ജെയും വിജയും അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് അല്ല 3:2 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആ ഡിഫറൻസ് വന്നിരിക്കുന്ന എമൗണ്ട് 2,67,000 ഡിഫറൻസ് ആണ്. അത് ജെയും വിജയും മെറ്റ് ചെയ്യണം. അത് ഓൾറെഡി എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഡിഡക്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 3,05,800 3,59,200 പിന്നെ കരണിന് 5 lakh ഗ്യാരണ്ടി ചെയ്ത എമൗണ്ടും. അപ്പോൾ ടോട്ടൽ 15,25,000 വരും.
ഇവിടെ കൊണ്ട് തീർന്നില്ല, നമുക്ക് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടും കൂടെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് എഴുതുക. ഈ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ബാലൻസ് ഇല്ല. പിന്നെ ഉള്ളത് പാർട്ട്നേഴ്സിൻ്റെ സാലറിയാണ്. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ്റെ പ്രോഫിറ്റ്, അത് രണ്ടും ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. പിന്നെ നമ്മൾ ഡെഫിഷ്യൻസി പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത് ഇവിടെ ഡെബിറ്റിലേക്ക് എഴുതണം. ജെയുടെ എമൗണ്ട് കോളത്തിൽ 25,000 എഴുതുക. രണ്ട് സൈഡും ടോട്ടലി ഇത് ബാലൻസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ബാലൻസ് കിട്ടും. 4,60,800 5,39,200 5 lakhs. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴാണ് ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആകുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അഡീഷണൽ ആയിട്ട് ഒറ്റ ഒരു കാര്യം നമ്മൾ പറയുന്നുള്ളൂ. ആ പാർട്ട്ണറിന് ഡെഫിഷ്യൻസി വരുന്ന എമൗണ്ട്, അതായത് ഏർണിംഗ് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്ന എമൗണ്ടിൽ വന്ന എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ്റെ ക്രെഡിറ്റ് സൈഡിലും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലും ആ ഡെഫിഷ്യൻസി എമൗണ്ട് ഏത് പാർട്ട്ണറാണോ ഗ്യാരണ്ടി ചെയ്തത് ആ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ എഴുതേണ്ടതാണ്. അതാണ് മിനിമം ഏർണിംഗ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ടും ഈ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് ഫണ്ടമെന്റൽസ് എന്ന് പറയുന്ന ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. ഇന്ന് നമ്മൾ ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ആണ് ഡിസ്കസ് ചെയ്തത്. അതിൽ തന്നെ നമ്മൾ പറഞ്ഞു, ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ട്ണറിന് ഓരോ വർഷത്തെയും പ്രോഫിറ്റിൽ നിന്നും ഇത്ര എമൗണ്ട് കൊടുക്കാമെന്ന് ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമ്മൾ ആ ഗ്യാരണ്ടി കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഗ്യാരണ്ടി തന്നെ പല കേസുകളുണ്ട്. എല്ലാ പാർട്ട്നേഴ്സും ഗ്യാരണ്ടി ചെയ്യുന്ന കേസുണ്ട്, ഏതെങ്കിലും 1-2 പാർട്ട്നേഴ്സ് ഗ്യാരണ്ടി ചെയ്യുന്ന കേസുണ്ട്, ഫേം ഗ്യാരണ്ടി ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ട്. അതിൽ തന്നെ നമ്മൾ 2-3 കേസുകൾ പറഞ്ഞു, പിന്നെ ലോസ് ഉള്ള സിറ്റുവേഷൻ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ എല്ലാം കാൽക്കുലേഷൻസ് നമ്മൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. കാരണം നമുക്ക് വരുന്ന ഒരു 6 മാർക്ക് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ 4 മാർക്ക് ക്വസ്റ്റ്യനിലോ നമുക്ക് ഗ്യാരണ്ടി ചോദിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗ്യാരണ്ടി എന്ന് പറയുന്ന കൺസെപ്റ്റ് മനസ്സിലാക്കിയിരുന്നാലേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ പോലും ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഗ്യാരണ്ടി നമ്മൾ അതിൽ നിന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ കൊണ്ട് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് ഫണ്ടമെന്റൽസ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ടോപ്പിക്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ കഴിഞ്ഞ പല ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ മൊത്തത്തിൽ, അതായത് ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എന്താണ്, ഇൻട്രൊഡക്ഷൻ പാർട്ട് തിയറിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇൻട്രസ്റ്റ് ഓൺ ലോണിനെ കുറിച്ച്, ലോണിൻ്റെ കാൽക്കുലേഷൻസ് പറഞ്ഞു. പിന്നെ നമ്മൾ റെമ്യൂണറേഷൻ, കമ്മീഷൻ്റെ കാൽക്കുലേഷൻസ് പറഞ്ഞു. അതുപോലെ തന്നെ റെൻറ്റ്, അങ്ങനെയുള്ള കാൽക്കുലേഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനെ കുറിച്ച്, അതിൻ്റെ ജേർണൽ എൻട്രിയും അതിൻ്റെ ഫോർമാറ്റ്, അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഫോർമാറ്റിനെ കുറിച്ചും, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇതിൻ്റെയൊക്കെ കാൽക്കുലേഷൻ, ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ കാൽക്കുലേഷൻ, പിന്നെ നമ്മൾ പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, പിന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ്. ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിൽ ബേസ് ആയിട്ട് നമ്മൾ പാർട്ട്ണർഷിപ്പിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ചാപ്റ്ററിലാണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമ്മളിത് മനസ്സിലാക്കിയിരുന്നാലാണ് നമുക്ക് മുന്നോട്ടുള്ള ചാപ്റ്ററുകൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം മുന്നോട്ട് നമ്മൾ ഫസ്റ്റ് ബുക്കിൽ തന്നെ പഠിക്കുന്നത് പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു 4-5 ചാപ്റ്റേഴ്സ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കി പോകണം. അപ്പോൾ നിങ്ങൾ ഇതിലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്